സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. വിശുദ്ധ മത്തായി 12:50. തെറ്റ് ശരി തമ്മിൽ നമ്മുടെ മുമ്പിൽ ഒരു സംഘർഷം വന്നാൽ ഉറപ്പായും നമ്മൾ ശരി തിരഞ്ഞെടുക്കും. പക്ഷേ ശരിയും ദൈവഹിതവും തമ്മിൽ ഒരു സംഘർഷം വന്നാൽ നമ്മൾ എന്ത് തിരഞ്ഞെടുക്കും? പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും ഇരിക്കുമ്പോഴും ഒത്തിരി തിരക്കുകൾ വരാറുണ്ട്. അത് ഒരു സങ്കടമായിരുന്നെങ്കിൽ ഉറപ്പായും നമ്മൾ സങ്കടത്തെ ഒഴിവാക്കിയിട്ട് വചന വായനയോ പ്രാർത്ഥനയോ തിരഞ്ഞെടുത്തേനെ. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ താല്പര്യമുള്ള സമയത്തും അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്തും നന്മയായ കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ കൂടുതൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നന്മ തിരഞ്ഞെടുക്കും. കാരണം അത് നന്മയാണല്ലോ. അനേക സ്ഥലത്ത് അത് ഒരു വളർച്ച രൂപപ്പെടുത്തുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നും. പക്ഷേ ഈശോ പറയുവാണ്, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഈശോ എപ്പോഴും പിതാവിൻ്റെ ഹിതമാണ് നിറവേറ്റുന്നത്. നന്മയുടെ പുറകെയല്ല അവിടുന്ന് പോയിട്ടുള്ളത്, പിതാവിൻ്റെ ഇഷ്ടമാണ് അവിടുന്ന് ചെയ്തിട്ടുള്ളത്. കാരണം ചെയ്യേണ്ടത് നന്മ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നവൻ തിന്മ ചെയ്യുന്നു. ചെയ്യേണ്ട നന്മ എന്തെന്ന് അറിഞ്ഞിട്ട് നന്മയും ദൈവഹിതവും തമ്മിൽ നമ്മുടെ മുമ്പിൽ ഒരു സംഘർഷം, ഒരു സംശയം ഉണ്ടാകുമ്പോൾ ദൈവഹിതമാണ് അന്നേരത്തെ നന്മ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് നമ്മൾ അത് ഒഴിവാക്കി അല്ലാത്ത കാര്യത്തിന് പുറകെ പോകുമ്പോൾ ഫലത്തിൽ അത് നന്മ പോലെ തന്നെ. അതുകൊണ്ടാണ് ദൈവഹിതം ഏറ്റവും കൂടുതൽ നിറവേറ്റാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അത് കാരണമാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ദൈവഹിതത്തെക്കുറിച്ചുള്ള പരിപൂർണമായ ജ്ഞാനം മൂലം നമ്മൾ വളർച്ച പ്രാപിക്കണമെന്ന്. അതുകൊണ്ട് ദൈവഹിതത്തെക്കുറിച്ച് എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് പൂർണ്ണരായി ഈശോയുടെയും അമ്മയുടെയും സഹോദരരാകുവാൻ നമുക്ക് ഇടയാകട്ടെ.